നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ധർമ്മസ്ഥലയിൽ SIT അന്വേഷണം അട്ടിമറിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം. ക്ഷേത്രത്തെ തകർക്കാൻ ഗൂഢാലോചനയെന്ന് പരാതി. നിർണായക ഫോറൻസിക് ഫലം ഉടൻ. ഒളിക്കാനൊന്നുമില്ലെന്ന് ധർമ്മസ്ഥല ക്ഷേത്രമധികാരി വീരേന്ദ്ര ഹെഗ്ഡെ. And created and I was really hurt by this type of allegations on me because my devotees have immense faith in me and they have no doubt about the kshetra or me. മന്ത്രിമാരാകാനുള്ള MP-മാരുടെ മോഹത്തെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തയിൽ പ്രതികരണവുമായി കോൺഗ്രസ്. പാലക്കാട് മത്സരിക്കാൻ മോഹമില്ലെന്ന് ഷാഫി പറമ്പിൽ. കൂടുതൽ UDF MLA-മാരെ സഭയിലെത്തിക്കലാണ് തന്റെ ലക്ഷ്യമെന്നും ഷാഫി. തീരുമാനിക്കാനുള്ള സമയമായിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ. കത്ത് വിവാദത്തിൽ തിരിച്ചടിക്കാൻ CPM. മുഹമ്മദ് ഷഷ്ടാദിനെതിരെ MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസ്. രാജേഷ് കൃഷ്ണയെ തള്ളാതെ പാർട്ടി നേതാക്കന്മാർ. അതിർത്തിയിൽ മഞ്ഞുരുകുന്നോ? ഇന്ത്യ ചൈന ബന്ധത്തിൽ വഴിത്തിരിവ്. വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ ധാരണ. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമയിലേക്ക് തിരിച്ചെത്തുന്നു. ആശംസകളോടെ കേരളം. സന്തോഷം പങ്കുവച്ച് മോഹൻലാൽ അടക്കമുള്ള സിനിമാ പ്രമുഖർ. കനത്ത മഴയിൽ മുങ്ങി മുംബൈ. റോഡുകൾ വെള്ളത്തിൽ. 150-ലേറെ വിമാന സർവീസുകൾ വൈകുന്നു. 5 ദിവസത്തിനിടെ 6 മരണം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞു ഹൈക്കോടതി. പരസ്പര സമ്മതമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് കോടതി. ഏഷ്യാ കപ്പ് ടീമിൽ സഞ്ജു സാംസണും പ്രധാന വിക്കറ്റ് കീപ്പറായി കളിക്കും. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ, ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ. ധർമ്മസ്ഥലയിൽ നടപടികൾ അവസാനിപ്പിക്കാൻ പല കോണുകളിൽ നിന്ന് സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ അന്വേഷണം ഊർജിതമാക്കി SIT. പോയിന്റ് 6 നിന്നും 11A നിന്നും ലഭിച്ച മനുഷ്യ അസ്ഥികൂടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. പ്രതിപക്ഷ പാർട്ടിയിലെയും ഭരണപക്ഷത്തെയും ചില അംഗങ്ങളാണ് SIT അന്വേഷണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ക്ഷേത്രത്തെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ഇവർ വാദിക്കുന്നുണ്ട്. എന്നാൽ അന്വേഷണത്തിൽ ഒരു തരത്തിലും ഇടപെടില്ലെന്ന് ആഭ്യന്തരമന്ത്രി പരമേശ്വര വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വളരെ കാര്യക്ഷമ അന്വേഷണം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. നിരവധി അസ്ഥികൂടങ്ങൾ കണ്ടെടുത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ പോലും വലിയ ആക്രമണം ധർമ്മസ്ഥലയിൽ ഉണ്ടായത് ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ ഈ അന്വേഷണം ഏതാണ്ട് പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള നീക്കം ചില ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. തെരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തെരച്ചിൽ പൂർണ്ണമായും നിർത്തിവെച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട്. സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ അപ്പോഴും അന്വേഷണം അത് കാര്യക്ഷമമായി മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബൈജു, തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് സമ്മർദ്ദ ഫലമായിട്ടാണ്, തെളിവുകൾ കിട്ടാതിട്ടല്ല. നമുക്കറിയാം നിരവധി അസ്ഥികൂടങ്ങൾ കിട്ടിയ ഒരു സ്ഥലം കൂടിയാണ്. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൻ്റെ ഒരു പരിധിവരെയൊക്കെ ശരിയായി വരുന്നൊരു സമയത്താണ് ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? SIT അന്വേഷണം അത് കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയല്ലേ? രജിത്തെ, ഏറ്റവും പ്രധാനം ഇന്ന് 1 മാസം പിന്നിട്ടിരിക്കുന്നു SIT രൂപീകരിച്ചിട്ട് എന്നതാണ്. ഈ സംഭവത്തിൽ SITയുടെ അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രതിസന്ധിയായത് ഈ 13 പോയിന്റ് അടയാളപ്പെടുത്തി, അതുകൂടാതെ 4 പോയിന്റിലും കൂടി പരിശോധന നടത്തി. പക്ഷെ ഇതെല്ലാം വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം നേത്രാവതി പുഴയുടെ തീരത്താണ് ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടോ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ. അവിടെ കുഴിയെടുക്കുന്ന സമയത്ത് വലിയ തോതിൽ വെള്ളം വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആകെ ലഭിച്ചിട്ടുള്ളത് 6 എന്ന പോയിന്റിൽ നിന്നാണ് പ്രധാനമായും ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടം ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം ഇനി ഇതുവരെ എത്തിയിട്ടുമില്ല. അത് തന്നെയാണ് ഈ അന്വേഷണം
അന്വേഷണത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം തുടരുന്നത്. ഇതിനിടയിലാണ് വലിയ തോതിൽ സമ്മർദ്ദം ഈ SITക്ക് മുന്നിൽ ഉണ്ടാകുന്നത്. അതായത് BJPയിലെ ഒരു MLAയും ഒപ്പം പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകളും ഇത്തരത്തിൽ വലിയ തോതിൽ സമ്മർദ്ദവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിയമസഭയിൽ തന്നെ പലതവണ ഈ വിഷയം വരികയും നിയമസഭയിൽ ഇതിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് ശേഷം SIT തീരുമാനിക്കും ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണോ, അതല്ല ഇത് സംബന്ധിച്ച് ഒരു ക്ലൈമാക്സിലേക്ക് എത്താൻ പറ്റുമോ എന്ന കാര്യമൊക്കെ. ഈ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഒരു കാരണവശാലും ഇടപെടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം SITയുടെ അന്വേഷണം മുന്നോട്ട് തന്നെ. ഇന്നും പുതിയ പരാതികൾ ഇവിടെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ പുതിയ പരാതികൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പുതിയ തിരോധാനവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ധർമ്മസ്ഥലയിലെത്തി ആളുകളെ കാണാതായി അല്ലെങ്കിൽ പെൺകുട്ടികളെ കാണാതായി തുടങ്ങിയ ഒരുപാട് പരാതികൾ ഇപ്പോഴും വരുന്ന ഒരു സാഹചര്യം ധർമ്മസ്ഥലയിലുണ്ട്. ഇപ്പോഴും ഒരു യഥാർത്ഥ ചിത്രം ധർമ്മസ്ഥലയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പുറത്തു വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം 95, അതായത് 30 വർഷം മുൻപുള്ള ഒരു സംഭവമാണ്. അത്ര വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ മൃതദേഹങ്ങളൊക്കെ ഈ രീതിയിൽ കുഴിച്ചിട്ടെന്ന് പറയുന്ന അത് കഴിഞ്ഞ ദിവസം സാക്ഷി തന്നെ ഈ മുന്നോട്ട് വരികയും സാക്ഷി ഇത്തരത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് അന്നുണ്ടായ ഒരു കാലാവസ്ഥയല്ല, ഭൂപ്രകൃതി ആകെ മാറിയിരിക്കുന്നു. അതോടൊപ്പം വലിയ മരങ്ങൾ വളർന്നിരിക്കുന്നു. നേത്രാവതി പുഴയുടെ തീരത്ത് നടത്തിയ പരിശോധനയിലൊക്കെ ഈ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല താനൊരു മനുഷ്യനാണ്, അത് കൃത്യമായ ആ സ്ഥലം കണ്ടെത്തി അതേ സ്ഥലം പരിശോധിച്ചാൽ അത്തരത്തിൽ മൃതദേഹം എടുക്കുക വളരെ ബുദ്ധിമുട്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോഴും സാക്ഷിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് SIT മുന്നോട്ട് പോകുന്നതെന്ന് വേണം പറയാൻ. SITയുടെ അന്വേഷണം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഉണ്ടാകുമെന്ന ഒരു സൂചന പോലും വരുന്നുണ്ട്. ഒരു കാര്യവും SIT ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇതിലേതെങ്കിലും ഒരു കാര്യം SIT പുറത്തുവിടാൻ തയ്യാറായിട്ടുമില്ല. SITയുടെ അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തന്നെ നടക്കുന്നു. മൊഴികൾ എടുക്കുന്നു, പുതിയ പരാതികൾ വരുന്നു. അതായത് ഒരു പോലീസ് സ്റ്റേഷനായി SIT മാറിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷൻ പദവി പോലും SITക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ്. അത്രത്തോളം പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ് SITക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഈ സാക്ഷി അല്ലെങ്കിൽ താൻ പലതരത്തിലുള്ള അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചന നടക്കുന്നു, ക്ഷേത്രം തകർക്കാൻ ഒരു ശ്രമമാണ് ഈ മാധ്യമ വാർത്തകളൊക്കെ തരത്തിൽ. പക്ഷേ അതൊന്നുമല്ല, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിൽ കുറ്റാരോപിതരായോ ഒരു മാധ്യമങ്ങളും പുറത്ത് അത്തരത്തിൽ വിവരങ്ങൾ വന്നിട്ടില്ല. ചിലപ്പോൾ ചില യൂട്യൂബുകളിലൊക്കെ ഇത്തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടാവും. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ്. എന്തായാലും 90 ദിവസം സമയം SITക്ക് ഇപ്പോൾ ഉണ്ട്. ആ 90 ദിവസം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ ഈ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഇയാൾ പറയുന്നത് കള്ളമാണ്, അത്തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടെങ്കിൽ 90 ദിവസം കഴിഞ്ഞാൽ ഈ സാക്ഷിയെ ഇവർക്ക് കസ്റ്റഡിയിൽ വാങ്ങാം, കൃത്യമായി ചോദ്യം ചെയ്യാം. മാത്രമല്ല സാക്ഷി തന്നെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആദ്യം തന്നെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ SIT അത്തരം കടമകളിലേക്ക് ഒന്നും കടക്കാതെ നേരിട്ട് ഈ സാക്ഷിയെ വിശ്വാസത്തിലെടുക്കുകയും അതുമാത്രമല്ല ഈ സാഹചര്യ തെളിവുകളൊക്കെ ഇയാൾ പറയുന്നത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു അന്വേഷണമായിരുന്നു നടന്നത്. നമുക്കറിയാം പലതരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ലഭ്യമായ ഒരു സാഹചര്യം കൂടി സംഭവിച്ചിരുന്നു. അത് പല പോയിന്റുകളിൽ നിന്നും കിട്ടിയിരുന്നു. അതിൻ്റെ എണ്ണം ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ SIT രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി. പക്ഷെ അപ്പോഴും തെരച്ചിലിപ്പോൾ നിർത്തിവെച്ചൊരു സാഹചര്യമല്ലേ? കൂടുതൽ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതല്ലേ? അന്വേഷണത്തിന് SITക്ക് താല്പര്യമുണ്ടെങ്കിലും തെളിവുകളുണ്ട് എങ്കിൽ പോലും ഈ വല്ലാത്ത സമ്മർദ്ദം ഈ വിഷയത്തെ ലഘൂകരിക്കുന്നുണ്ട് എന്നുള്ള പശ്ചാത്തലം കൂടി ഉണ്ടോ? തീർച്ചയായും അത് SITക്ക് മുന്നിൽ വലിയ സമ്മർദ്ദമുണ്ട്. കാരണം അത് നിയമസഭയിൽ തന്നെ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയതാണ്. അതായത് മണ്ണ് കുഴിച്ചുള്ള ഒരു പരിശോധന ഇനി ഫോറൻസിക് പരിശോധന ഫലം വന്നാൽ മാത്രമേ ഉണ്ടാവൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ അതൊരു സമ്മർദ്ദമായി SITക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടെന്ന് തന്നെ കരുതേണ്ടി വരും. നിലവിൽ 13 അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾ, അതുകൂടാതെ 4 സ്ഥലങ്ങൾ, അതിൽ 2 സ്ഥലങ്ങൾ ക്ഷേത്രഭൂമിയിൽ എന്ന് ഓർക്കണം. അത്രത്തോളം അന്വേഷണം മുന്നോട്ട് പോയിരുന്നു. എന്തായാലും SITക്ക് മുന്നിൽ വലിയ സമ്മർദ്ദമുണ്ട്. കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. പല തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇത് ഇത്തരത്തിലൊരു സാക്ഷി പറയുന്നത് മുഴുവൻ വ്യാജമാണ്, അതല്ലെങ്കിൽ സാക്ഷി തെറ്റ് സമ്മതിച്ചു, അത്തരത്തിലൊക്കെ നിരവധി വാർത്തകളുണ്ട്. പക്ഷേ യഥാർത്ഥ വസ്തുത ഇപ്പോഴും SIT ഇതിൽ അന്വേഷണം തുടരുന്നുണ്ട് എന്നത് തന്നെയാണ്. SITയെ സംബന്ധിച്ചിടത്തോളം മണ്ണ് കുഴിച്ചുള്ള പരിശോധന തൽക്കാലം ഇനി ഇപ്പോൾ ഈ ഫോറൻസിക് പരിശോധനാ ഫലം പ്രാഥമികമായെങ്കിലും അതിന്റെ ഒരു ചിത്രം വന്നാൽ മാത്രമേ ഉണ്ടാകൂ. നിലവിൽ ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് പൂർണ്ണ മനുഷ്യന്റെ അസ്ഥി കൂടെ തന്നെ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത് .6 നിന്നാണ്. അതുകൂടാതെ 11A നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ 11A
മെയിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ സാക്ഷി ചൂണ്ടിക്കാട്ടിയ അല്ലെങ്കിൽ സാക്ഷിയുടെ ആ കാലയളവിലുള്ളതാകണമെന്നില്ല. പക്ഷേ 6ാമത്തെ പോയിന്റിൽ നിന്ന് ലഭിച്ചത് കൃത്യമായി ഈ സാക്ഷിയെ കുറിച്ചിട്ട മൃതദേഹാവശിഷ്ടങ്ങളാണെന്ന് SITക്ക് ബോധ്യമുണ്ട്. എന്തായാലും നിലവിൽ ഇന്ന് SITയുമായി നമ്മൾ ഇത്തരത്തിൽ ബന്ധപ്പെട്ടപ്പോൾ അനൗദ്യോഗികമായി അവർ വ്യക്തമാക്കുന്നത് അന്വേഷണം ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് എന്നത് തന്നെയാണ്. DIG അനുചേത് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ധർമ്മസ്ഥലയിലുണ്ട്. പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏത് സമയത്തും ഈ അന്വേഷണം പൂർണ്ണമായും അവസാനിപ്പിച്ചേക്കാം. അത്തരത്തിലുള്ള സമ്മർദ്ദം പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് അമ്പലത്തിനെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ്. അത്തരത്തിലുള്ള ഒരു പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട്. ബംഗളൂരുവിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് BJPയുടെ ഒരു MLA ചലോ ധർമ്മസ്ഥല യാത്ര നടത്തിയത്. 400ഓളം വാഹനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വലിയ സമ്മർദ്ദമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അത്തരത്തിലുള്ള സമ്മർദ്ദം കാരണം അന്വേഷണം അട്ടിമറിക്കപ്പെട്ടേക്കാം. അന്വേഷണം മുന്നോട്ട് പോയാൽ തെരച്ചിൽ നിർത്തിവെച്ചിട്ടുണ്ട് എങ്കിൽ പോലും SITയുടെ അന്വേഷണം അത് തുടരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. സമ്മർദ്ദത്തിന്റെ അളവ് എത്ര ഉണ്ടാകും എന്നതുകൂടി നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം കോൺഗ്രസിൻ്റെ ആയാലും BJPയുടെ ആയാലും ഒക്കെ പ്രധാനപ്പെട്ട MLAമാരൊക്കെ അന്വേഷണത്തിനെതിരെ രംഗത്ത് വന്ന ഒരു സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ബൈജു അതാണ് കൃത്യമായി റിപ്പോർട്ട് ചെയ്തത്. സത്യം പുറത്തു വരുമെന്നും ഒളിക്കാനൊന്നും ഇല്ലെന്നുമാണ് ധർമ്മസ്ഥല ക്ഷേത്രം അധികാരി വീരേന്ദ്ര ഹെഗ്ഡെ പ്രതികരിച്ചത്. SIT അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ഹെഗ്ഡെ പറഞ്ഞു. These issues were baseless and created and I was really hurt by this type of allegations on me because my devotees have immense faith in me and they have no doubt about the kshetra or me and they are always agitated by such allegations thrown on me and they were really hurt by the way it was presented. So it was totally baseless and totally I think it was not a moral way to fight with us. The SIT was welcomed by us in the very initial terms. On the same day, we welcomed the secession of the government because there are so many doubts created by these people and they created doubt, confusion and disturbances in the minds of our devotees. So I was thinking that if that is cleared by proper investigation, it's a good decision of the government to form a committee, form an investigation team and find the solution for that. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാർ മത്സരിക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ചയും തർക്കവും തുടരുന്നു. വടകര MP ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിക്കുമോ എന്ന ആകാംക്ഷയും ശക്തമാണ്. ഇതിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഞാൻ ആദ്യം എനിക്ക് താല്പര്യമുള്ളത് വടകരയിൽ നിന്ന് കൂടുതൽ കോൺഗ്രസ് MLAമാർ UDF MLAമാർ നിയമസഭയിലേക്ക് എത്തുന്നത് കാണാനാണ്. ആ ഉത്തരവാദിത്തമാണ് ഇന്നിപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തമാണ്. അത് പ്രസിഡന്റ് ഇപ്പോൾ നിങ്ങളോട് തമാശയായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നോട് കൃത്യമായിട്ട് എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുന്ന് കൂടുതൽ MLAമാരുണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോടും സത്യം പറഞ്ഞൊരു കോൺഗ്രസ് MLA ഉണ്ടായിട്ട് ഒത്തിരി വർഷങ്ങളായി. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടി പറയുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ മേലുള്ള റെസ്പോൺസിബിലിറ്റിയും തിരിച്ചറിയുന്നുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടപ്പിലാക്കാനുള്ള കഠിനാധ്വാനം ചെയ്യും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ അടുത്ത വർഷം. അപ്പോൾ ഈ MPമാർ മത്സരിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടാവും? ഷാഫിക്ക് താല്പര്യമുണ്ടെങ്കിലും പുയ്യാപ്പിളെ വിട്ടുകൊടുക്കാൻ വടകരക്കാർ തയ്യാറില്ല. ഞാനൊന്ന് പറഞ്ഞു. തനിക്ക് നിയമസഭാ മത്സരമോഹമുണ്ടെന്ന KPCC അധ്യക്ഷന്റെ അഭിപ്രായം തള്ളുകയാണ് ഷാഫി. വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കൂടുതൽ UDF MLAമാരെ നിയമസഭയിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്തമാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഷാഫി പറഞ്ഞത്. വടകരയിൽ താൻ കാണുമെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. കിരൺ ബാബു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കിരണ്, നമ്മൾ പുറത്തുവിട്ട വാർത്ത സജീവമായ ചർച്ചയാണ് കോൺഗ്രസ് പാർട്ടിയിൽ. ഇന്നിപ്പോൾ KPCC അധ്യക്ഷന്റെ വാക്കുകൾ തന്നെ അത് വ്യക്തമാക്കുന്നുമുണ്ട്. ഷാഫിക്ക് താല്പര്യമുണ്ട് എങ്കിലും എന്ന തരത്തിൽ രണ്ടു തരത്തിൽ പറഞ്ഞ് അതിനെ മറ്റൊരു തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചുവെങ്കിലും കാര്യങ്ങൾ അത്ര സുഗമല്ല കോൺഗ്രസിൽ.
രഞ്ജിത്ത്, സ്വാഭാവികമായും കോൺഗ്രസിലെ എല്ലാ എംപിമാർക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്. കാരണം കോൺഗ്രസിൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷ നിരയിൽ ഒരു എം പി ആയിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് അടുത്ത തവണ ഭരണം കിട്ടുമെന്നാണ് ഇവരുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഈ എം പിമാരിൽ മഹാഭൂരിപക്ഷം പേരും സീനിയർ നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ മന്ത്രിയാവാം എന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് UDF വരാൻ സാധ്യതയുണ്ടെന്നും ജയിച്ചാൽ മന്ത്രിയാവാം എന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതിൽ ഭൂരിപക്ഷം പേർക്കും ഇവിടേക്ക് വരാൻ കഴിയില്ല എന്നത് ഇവർക്ക് തന്നെ വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അത്തരം എം പിമാരൊന്നും തന്നെ അങ്ങനെ ഒരു ആഗ്രഹവുമായി മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും അത്തരം ഒരു നീക്കം നടത്തുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം 7 എം പിമാരുടെ പേരുകളാണ് കൊടുത്തത്. അതിൽ ഷാഫി പറമ്പിലിൻ്റെ പേരില്ലായിരുന്നു. അത് കൊടുക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ്. ഷാഫി ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. ഷാഫി പറമ്പിലിന് വളരെ കൃത്യമായി തന്നെ അറിയാം. ഷാഫി പറമ്പിലെ പോലൊരു എം പി കഴിഞ്ഞ തവണ MLA ആയി മത്സരിച്ചു. അതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ലോക്സഭയിലേക്ക് പോയി. ഇനി വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടുന്ന ഒന്നല്ല എന്നും അത് അതിൻ്റെ പ്രതിച്ഛായ അടക്കം ബാധിക്കുമെന്നും ഷാഫി പറമ്പിലിന് നന്നായി അറിയാം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള വളരെ കൃത്യമായി, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കൃത്യമായ കുറെ കൂടി ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉത്തരം തന്നെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നൽകിയത്. ഷാഫിക്ക് താല്പര്യമുണ്ടെങ്കിലും എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തുകയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, നടക്കില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് പുതിയാപ്പിള വിടാൻ വടകരക്കാർ തയ്യാറല്ല. എന്നാൽ ഷാഫിക്ക് താല്പര്യം ഉണ്ടായാലും നടക്കില്ല എന്നാണ് അതിന് പച്ച മലയാളം എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റ് നമ്മൾ കൊടുത്ത പ്രധാനപ്പെട്ട പേരുകൾ ഇതായിരുന്നു. ഒന്ന് UDFന്റെ കൺവീനർ അടൂർ പ്രകാശ്, മറ്റൊന്ന് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന എംപിമാരിൽ ഒരാളായ കൊടിക്കുന്നിൽ സുരേഷ്, മറ്റ് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ച പേരാണ്. അവസാന നിമിഷമാണ് വെട്ടിപ്പോയത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ A ഗ്രൂപ്പിന്റെ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ അടുത്ത നേതാവായിട്ടൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാൾ ഒരിക്കൽ പോലും മന്ത്രിയാവാൻ സാധിക്കാതെ പോയൊരു നേതാവ് കൂടിയാണ് ബെന്നി ബെഹനാനും ആ തരത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ട്. മറ്റൊന്ന് MK രാഘവനാണ്. MK രാഘവനും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പരീക്ഷണത്തിനോ ഇടം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിനും ആ തരത്തിൽ മടങ്ങി വരാൻ താല്പര്യമുണ്ട്. മറ്റൊന്ന് K സുധാകരനാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ തന്നെ K സുധാകരൻ തനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളത് ഹൈക്കമാൻഡ് മുന്നിലടക്കം അദ്ദേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. മറ്റൊന്ന് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. രാജ്മോഹൻ ഉണ്ണിത്താനും രാഷ്ട്രീയത്തിലേക്കൊക്കെ മടങ്ങി വന്നാലോ എന്ന് സ്വന്തമായി ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഉദുമ മണ്ഡലമൊക്കെ മത്സരിച്ചാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഇതിൽ 1-2 എംപിമാർക്ക് ഒഴികെ മറ്റാർക്കും പരമാവധി പോയാൽ 1-2 എംപിമാർക്ക് ഒഴികെ മറ്റാർക്കും ഇളവ് കിട്ടില്ല എന്ന് എല്ലാവർക്കും വളരെ കൃത്യമായി തന്നെ അറിയാം. ഈ ഷാഫി അടക്കമുള്ള നേതാക്കളൊന്നും അങ്ങനെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കുന്നതിൻ്റെയും അങ്ങനെ ഒരു നീക്കം നടത്താതിരിക്കുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം അത് നടക്കില്ല എന്ന് അവർക്ക് കൃത്യമായി തന്നെ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നമ്മൾ ഈ വാർത്ത ശനിയാഴ്ച ആദ്യം പുറത്തുവിടുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അടൂർ പ്രകാശാണ് UDFന്റെ കൺവീനർ ആദ്യം പ്രതികരിക്കുന്നത്. അദ്ദേഹം ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ അങ്ങനെ ഒരു തീരുമാനം നടപ്പാവും എന്നുള്ള മട്ടിൽ തന്നെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹം കൂടിയാണ് അതിൽ വ്യക്തമാകുന്നത്. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അനുകൂലമായ ജാതിമത ഈ സമവാക്യങ്ങളിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അദ്ദേഹത്തെ പോലെ ഒരാളെ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യതയൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ തരത്തിലൊക്കെ ചില സാധ്യതകളൊക്കെ ഉണ്ട്. കൊടിക്കുന്നിൽ സുരേഷെ പോലെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവിന്, ദളിത് വിഭാഗത്തിലുള്ള നേതാവിന് അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരിക്കലും അവസരം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിനും ആ തരത്തിലേക്കുണ്ട്. മറ്റ് എംപിമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു അനുമതി ഹൈക്കമാൻഡ് ഭാഗത്തു നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അപ്പോഴും അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇനി എങ്ങാനും അങ്ങനെ ഒരു നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത് സജീവമായ ചർച്ചയാണ്. ഇതിനിടയിൽ തന്നെ കഴിഞ്ഞ ലോക്സഭയിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത K മുരളീധരൻ അങ്ങനെ എംപിമാരും MLA സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതില്ല, അതാണ് ഹൈക്കമാൻഡ് നിലപാട്. പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. അവിടെയും മുരളീധരൻ പറഞ്ഞതുമായാലും അടൂർ പ്രകാശ് പറഞ്ഞത് ഇവരെല്ലാം ഹൈക്കമാൻഡ് നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തം ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു. മുരളീധരനും അങ്ങനെ തന്നെയാണ്, അവർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള നിലപാട്. ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്ന വിവിധങ്ങളായ ചർച്ചകളുടെ ഭാഗമായി തന്നെയാണ് ഈ റിപ്പോർട്ടും. വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനും അതിർത്തി മേഖലയിലെ വിഷയങ്ങളിൽ തുടർ ചർച്ചകൾക്കും ഇന്ത്യ ചൈന ധാരണ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമെന്നും ചർച്ചകളിലൂടെ പുതിയ ഊർജ്ജം കൈവരിച്ചെന്നും നേതാക്കൾ പ്രതികരിച്ചു. ഇന്ത്യ ചൈന ബന്ധത്തിലുണ്ടായിരിക്കുന്ന തിരിച്ചടികൾ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ താല്പര്യമായിരുന്നില്ലെന്ന് വാങ് പറഞ്ഞു. VR കാർത്തിക് ചേരും. കാർത്തിക്, ശുഭസൂചകമാണ് കാര്യങ്ങൾ തൽക്കാലം എന്ന് കരുതണമല്ലേ? തീർച്ചയായിട്ടും വരുന്ന പ്രതികരണങ്ങളിൽ നിന്നും അങ്ങനെ വായിച്ചെടുക്കണം. 2020 ഗാൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷങ്ങൾക്ക് ശേഷം ഏറെ നാളായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട്. ആ പിരിമുറുക്കത്തിന് ഈ ചർച്ചകളിലൂടെ ഒരു അയവ് വന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ വാങ് യി ഇന്നലെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും ഇന്ന്
ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും ആണ് കൂടിക്കാഴ്ച നടത്തിയത്. 2003 മുതൽ തുടങ്ങിയ ഒരു സംവിധാനമാണ്. അതായത് ഇന്ത്യയും ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ടോക്സ് എന്ന രീതിയിൽ അതിൻ്റെ 24ാമത്തെ യോഗമാണ് ഇന്ന് നടന്നത്. അതിലാണ് ഇരുവരും നിർണായക ചർച്ചകൾ നടത്തിയത്. പ്രത്യേകിച്ചും അതിർത്തിയിലെ സേനാ പിന്മാറ്റം അടക്കമുള്ള കാര്യങ്ങളിലാണ് ചർച്ച നടന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗാൽവാൻ അതിർത്തിയിലുണ്ടായ സംഘർഷങ്ങൾക്ക് പിന്നാലെ കിഴക്കൻ ലഡാക്കിലെ പല മേഖലകളിലും നിന്നും സൈന്യത്തെ പിൻവലിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ചില തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ ഇപ്പോഴും സൈനിക വിന്യാസം ഇന്ത്യയും ചൈനയും ഒരുപോലെ വിന്യസിച്ചിട്ടുണ്ട് സൈനികരെ. ഏതാണ്ട് 50,000 മുതൽ 60,000-ഓളം സൈനികരെ ആ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സൈനികരെ പിൻവലിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചയായത്. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പ്രതികരണങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ശുഭസൂചകമായ കാര്യങ്ങളാണ്. അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ നിലവിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളൊന്നുമില്ല. ഇരു രാജ്യങ്ങളുടെയും അന്തരീക്ഷം ശാന്തമാണ്. അതോടൊപ്പം തന്നെ ഡി-എസ്കലേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ തുടർ ചർച്ചകൾ സജീവമായി നടക്കും എന്ന് അജിത് ഡോവൽ പറഞ്ഞു വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മാസം അവസാനം ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നും ചൈനയിൽ നടക്കുന്ന ഒരു ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും എന്നുകൂടി അജിത് ഡോവൽ സ്ഥിരീകരിക്കുന്നു. അതായത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു ചൈനീസ് സന്ദർശനത്തിന് മോദി തയ്യാറെടുക്കുന്നു. ആ ഉച്ചകോടിയിൽ ഇത് സംബന്ധിച്ച ഒരുപക്ഷെ തുടർ ചർച്ചകളടക്കം നടന്നേക്കാം. അങ്ങനെ വലിയ തോതിൽ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് നടന്നത്. മറ്റൊന്ന്, ഇന്നലെ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. വിവിധ മേഖലകളിൽ ചൈനയുമായുള്ള സഹകരണം, അതായത് ഇന്ത്യക്ക് ഫെർട്ടിലൈസേഴ്സ്, വളം, ധാതുക്കൾ, അതോടൊപ്പം തന്നെ മിഷൻ ടൂൾസ് അടക്കമുള്ളവ കൂടുതലായി സപ്ലൈ ചെയ്യണമെന്നൊരാവശ്യം നേരത്തെ ഇന്ത്യ മുന്നോട്ട് വെച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂലമായൊരു സമീപനമാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തായ്വാൻ അടക്കമുള്ള വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം അന്തർദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ നേടിയ വാർത്തയായിരുന്നു. വിദേശകാര്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ചൈനീസ് ഭാഷയിൽ അവിടെ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്ന തരത്തിൽ ഇന്ത്യ ഒരു പരാമർശം നടത്തി എന്ന വാർത്തകളുണ്ടായിരുന്നു. ആ വാർത്തകൾക്ക് കൂടി ഒരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് തായ്വാന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ മുൻ നിലപാടിൽ മാറ്റമില്ല എന്നാണ് ഇന്ത്യ വിശദീകരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ചർച്ചകളുടെ പ്രത്യേകതകൾ എന്നുള്ളതാണ്. വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാന വാർത്ത, മുഹമ്മദ് ഷർഷാദിനെതിരെ നിയമ നടപടിക്ക് CPM ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഷർഷാദിന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചു. അഡ്വക്കേറ്റ് രാജഗോപാൽ നായർ മുഖേനയാണ് നോട്ടീസ്. 2024 മെയ്യിൽ ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നുവെങ്കിലും പാർട്ടി അത് ഗൗരവത്തിലെടുത്തിരുന്നില്ല. ഈ പരാതി മറച്ചുവെച്ചാണ് ഒരു വർഷത്തിനിപ്പുറം മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കിയത്. രാജേഷ് കൃഷ്ണയ്ക്ക് പാർട്ടിയിലുള്ള സ്വാധീനവും നേതൃത്വത്തിലുള്ള ഒരു വിഭാഗത്തിന് രാജേഷ് കൃഷ്ണയിലുള്ള വിശ്വാസവുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. VV അരുൺ ചേരുന്നുണ്ട്. അരുണ്, ഇപ്പോൾ ഇന്നലെയൊക്കെ കാര്യമായി പ്രതികരിച്ചിരുന്നില്ല CPMന്റെ സംസ്ഥാന സെക്രട്ടറി തൻ്റെ മകനുമായുള്ള ബന്ധമൊക്കെ ചോദിച്ചപ്പോൾ. ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. നേരത്തെ തോമസ് ഐസക് ഇത്തരം ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ കാര്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയാണോ പാർട്ടി? തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ മുഖേന ഇതിനകം മുഹമ്മദ് ഷർസാദിന് MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. ഈ മാധ്യമങ്ങളിലൂടെ നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന് അപകീർത്തി ഉണ്ടാക്കുന്നതാണ്. അത് ശരിയായ അവസ്ഥാവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് തിരുത്തുകയോ അടിയന്തരമായി മാപ്പ് പറയുകയോ വേണം, ഇല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പാണ് ഷർഷാദിനെ CPM സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. സ്വാഭാവികമായും അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു നിയമ നടപടിക്കുള്ള തീരുമാനം അറിയിച്ചത്. സ്വാഭാവികമായും അത് CPMന്റെ പൊളിറ്റ് ബ്യൂറോയുടെ കൂടി തീരുമാനമോ അല്ലെങ്കിൽ അനുമതി പ്രകാരമാകാൻ തന്നെയാണ് സാധ്യത. ഈ തനിക്കും തന്റെ മകനുമെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ നേരത്തെ 2024 അത്തരത്തിലൊരു പരാതിയും തനിക്കില്ല എന്ന മാപ്പപേക്ഷിച്ചുകൊണ്ടൊരു കത്ത് CPM സംസ്ഥാന സമിതിക്ക് നൽകിയിരുന്നു ഷർഷാദ്. അതിനുശേഷം ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തിരുത്തി തിരുത്തണം അല്ലെങ്കിൽ മാപ്പപേക്ഷിക്കണമെന്ന ആവശ്യമാണ് ഈ നോട്ടീസിലൂടെ CPM സംസ്ഥാന സെക്രട്ടറി ഷർഷാദിനോട് ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 2024 കത്ത് നൽകിയിരുന്നു CPM സംസ്ഥാന സമിതിക്ക്. അതിനുശേഷം തന്നെയാണ് 2025 മധുര പാർട്ടി കോൺഗ്രസിൽ ഇയാൾ പ്രതിനിധിയായത്. കേന്ദ്ര കമ്മിറ്റിക്ക് മുമ്പാകെ ഇയാൾക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. ഒടുവിൽ ഈ മധുര പാർട്ടി കോൺഗ്രസിന്റെ തൊട്ട് തലേ ദിവസം കേന്ദ്ര കമ്മിറ്റി ചേർന്ന് വീണ്ടും ഈ പരാതി അവർക്ക് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ്
രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഏതായാലും ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. MV ഗോവിന്ദന്റെ തീരുമാനം. അല്പസമയത്തിനകം അദ്ദേഹം ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രതികരണം ഈ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അസംബന്ധങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന പ്രതികരണത്തിൽ ഒതുങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിവാദത്തോടുള്ള ആദ്യ മറുപടി. വിശദമായ പ്രതികരണം ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം എത്തുമ്പോൾ MV ഗോവിന്ദനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. രഞ്ജിത്ത്. ശരി, VB അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. മമ്മൂട്ടി വീണ്ടും സിനിമയിൽ സജീവമാകുന്നു. സന്തോഷ വാർത്ത സൂചിപ്പിച്ച് നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് ഫേസ്ബുക്കിൽ ഇക്കാര്യമിട്ടത്. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് നന്ദിയെന്നാണ് ആൻഡ്രോ ജോസഫ് കുറിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മമ്മൂട്ടി കുറച്ചുകാലമായി സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. താരം ആരോഗ്യം വീണ്ടെടുത്തതായി അറിയിച്ച് നിരവധി ചലച്ചിത്ര പ്രവർത്തകർ പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചു. എന്തായാലും മലയാള സിനിമാ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർക്കും വലിയ സന്തോഷത്തിന്റെ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഏകദേശം 7 മാസത്തോളമായി മമ്മൂട്ടി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലോ ഒന്നും കാണാതെ സിനിമാ ജീവിതത്തിൽ നിന്നും താൽക്കാലികമായി ഒരു മാറി നിൽക്കൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില അസുഖങ്ങൾ അദ്ദേഹത്തിന് പിടിപെടുകയും അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പൂർണ്ണമായും ചെന്നൈയിലേക്ക് മാറുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു. എന്തായാലും ആ ഒരു ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷത്തിന്റെ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ടുള്ള ആൻഡോ ജോസഫും ജോർജും തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ആ സന്തോഷ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ഈ പരിശോധനാ ഫലം വന്നിരിക്കുകയാണ്. എല്ലാം നെഗറ്റീവാണ്. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. മറ്റ് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടി ഈ സന്തോഷ വാർത്ത അദ്ദേഹത്തെ മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ആയി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം സിനിമാ മേഖലയിലുള്ളവരുമൊക്കെ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം മമ്മൂട്ടിയുടെ ഈ ഒരു അഭാവം, കുറച്ച് നാളായി അദ്ദേഹം ഫ്രെയിമിലൊന്നുമില്ലായിരുന്നു. പ്രത്യേകിച്ച് അമ്മ അസോസിയേഷന്റെ തിരഞ്ഞെടുപ്പിൽ പോലും മമ്മൂട്ടിക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ അദ്ദേഹത്തുമായി ചേർന്ന് നിൽക്കുന്നവർക്ക്, സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകർക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. ആ വിഷമമെല്ലാം മാറിയിരിക്കുകയാണ്. ഉടനെ തന്നെ മമ്മൂട്ടി സിനിമയിൽ വീണ്ടും സജീവമാകും. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്കൊക്കെ തിരിച്ചെത്തുമെന്നത് തന്നെയാണ് ഈ അടുത്ത ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത്. ഐ ആം സോ ഹാപ്പി. ആൻഡോ പറഞ്ഞുകൊണ്ട് അത് ഒഫീഷ്യലി ആയിട്ട് തന്നെ നമ്മൾ അത് കരുതണം. മമ്മൂക്കാന്റെ ബർത്ത്ഡേ വരാൻ പോവാണ്. സോ വി ഷുഡ് ഓൾ വിഷ് ഹിം ഗുഡ് ഹെൽത്ത് ആൻഡ് ലോട്ട്സ് ഓഫ് എന്താ പറയാ എല്ലാം, ലൈഫ് ആൻഡ് ഐസ് എല്ലാം. ഫാൻസ് അസോസിയേഷൻ അടക്കം വലിയ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ പിറന്നാൾ കൂടി വരികയാണ്. അതുകൂടി പ്രമാണിച്ച് മമ്മൂട്ടിയുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മാറി എന്ന സന്തോഷ വാർത്തയിൽ വലിയ ആശ്വാസവും സന്തോഷവും തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. ഒരു 6 മാസമായിട്ട് മമ്മൂക്കയെ മിസ്സിംഗ് ആയിരുന്നു. എന്ന് വെച്ചാല് മാർച്ച് ഏപ്രിൽ ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിൽ, എല്ലാ കുടുംബങ്ങളും മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയായിരുന്നു കാണും മമ്മൂക്കയുടെ ആരോഗ്യത്തിന് വേണ്ടി. അങ്ങനെ അല്ലാത്ത ഒരാളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനും അതിൽ ഒരു ഭാഗമായിരുന്നു. മമ്മൂക്കയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാൾ തന്നെയാണ്. മുഴുവനായിട്ടും ടോട്ടൽ റെമിഷൻ, മുഴുവൻ അസുഖം നെഗറ്റീവായി, അസുഖം മാറി എന്നറിയുമ്പോൾ നമുക്കത് ഒരു വലിയ, ഇത്രയും ഭയങ്കര ഒരുപാട് നന്ദിയോടെ, ഈശ്വരനോട് നന്ദി, ചികിത്സിച്ച ഡോക്ടർമാരോട്, ആശുപത്രിയോടൊക്കെ നന്ദി. പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം തിരിച്ചു വരണം. അദ്ദേഹത്തിന് ഇനിയും എത്രയോ വേഷങ്ങൾ കാണാനുണ്ട്. മഹേഷ് നാരായണന്റെ സിനിമാ ലൊക്കേഷനിൽ നിന്നുമായിരുന്നു അദ്ദേഹം ഈ ഒരു താൽക്കാലിക വിരാമം എടുത്തത്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും പിന്നീട് നടത്തിയ ടെസ്റ്റുകൾ ഡോക്ടർ വിശ്രമ ജീവിതം നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ചികിത്സകളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ അമേരിക്കയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർ സംഘമടക്കം, ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘമടക്കം അദ്ദേഹത്തെ ചികിത്സിച്ചു പോരുകയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ ചികിത്സയും മറ്റ് നടപടികളും ഒക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ആ ഒരു പരിശോധനാ ഫലം വരികയും അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ സന്തോഷം തന്നെയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകരും ഈ സിനിമയുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഉടനെ തന്നെ സിനിമയിലേക്ക് സജീവമാകും. എന്നാലും കുറച്ച് നാളുകൾ കൂടി വിശ്രമ ജീവിതം വേണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യാത്രകളൊന്നും പാടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡോക്ടർ പറഞ്ഞ സമയപരിധി കൂടി അവസാനിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി വീണ്ടും പഴയതുപോലെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തും. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് മുന്നിലെത്തും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും.
നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മഹാരാഷ്ട്രയിൽ മഴ അതിശക്തമാണ്. മുംബൈ നഗരത്തിൽ ഒറ്റ രാത്രി കൊണ്ട് 200 മില്ലിമീറ്റർ മഴ പെയ്തു. നിരവധി സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മറാഠ്വാഡ മേഖലയിൽ 5 ദിവസത്തിനിടെ 6 പേർ മരിച്ചു. 205 മൃഗങ്ങൾ ചത്തൊടുങ്ങി. മുംബൈ സബർബൻ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. വെള്ളക്കെട്ട് കാരണം മുംബൈയിലേക്കുള്ള ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. വിമാനത്താവളത്തിലേക്കുള്ള പാതകൾ പലതും തടസ്സപ്പെട്ടു. ബൃഹൻ മുംബൈ മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 21 വരെ ശക്തമായ മഴ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മറ്റു സന്തോഷ വാർത്ത, ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഇടം പിടിച്ചു എന്നുള്ളതാണ്. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ മലയാളി താരം സഞ്ജു സാംസൺ പ്രധാന വിക്കറ്റ് കീപ്പറായി കളിക്കും. ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായി ടീമിലെത്തി. യശസ്വി ജയ്സ്വാളിനെയും ശ്രേയസ് അയ്യരെയും ടീമിൽ നിന്ന് ഒഴിവാക്കി. അഭിഷേക് ശർമ്മ മികച്ച ഫോമിലായതുകൊണ്ടാണ് യശസ്വി ജയ്സ്വാളിന് ടീമിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടി വന്നത്. അജിത് അഗാർക്കർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇടവേള. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി. ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. CP രാധാകൃഷ്ണനാണ് NDA സഖ്യത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. സുപ്രീം കോടതി മുൻ ജഡ്ജിയും ഹൈദരാബാദ് സ്വദേശിയുമാണ് സുദർശൻ റെഡ്ഡി. കോൺഗ്രസ് ആണ് യോഗത്തിൽ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയുടെ പേര് മുന്നോട്ട് വച്ചത്. സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് അടക്കം അനുകൂല നിലപാട് സ്വീകരിച്ചു. നിമിഷപ്രിയയ്ക്ക് വേണ്ടി പണം പിരിക്കുന്നുവെന്ന പ്രചാരണം തെറ്റെന്ന വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ. കെ പോൾ എന്ന വ്യക്തിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെതിരെയാണ് കേന്ദ്രത്തിൻ്റെ വിശദീകരണം. മോചനത്തിനായി 8.3 കോടി രൂപ സർക്കാർ പിരിക്കുന്നുവെന്ന് കാട്ടിയാണ് ഇയാൾ പോസ്റ്റ് ഇട്ടിരുന്നത്. വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ അറിയിച്ചു. KT ജലീൽ തുടർച്ചയായി ജയിക്കുന്ന തവനൂരിൽ ഇക്കുറി സന്ദീപ് വാര്യരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചനയിൽ കോൺഗ്രസ്. ഹിന്ദു വോട്ട് ബാങ്കിനൊപ്പം മുസ്ലിം ലീഗിനു കൂടി താൽപ്പര്യമുള്ള നേതാവ് എന്നതാണ് അനുകൂല ഘടകമായി കാണുന്നത്. എന്നാൽ PT അജയമോഹൻ അടക്കമുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള നേതാക്കളെ കൊണ്ടുവരേണ്ട എന്ന നിലപാടിലാണ്. PT ബൽറാമിന്റെ പേരും തവനൂരിൽ പരിഗണിക്കുന്നുണ്ട്. KT ജലീൽ 4ാമതും തവനൂർ അംഗത്തിനിറങ്ങിയാൽ ജയിക്കില്ലെന്നുറപ്പാക്കാൻ പുതുതന്ത്രങ്ങൾ മെനയുകയാണ് UDF. സന്ദീപ് വാര്യരെ മുൻനിർത്തി പോർമുഖം തുറക്കാനാണ് പുതിയ ആലോചന. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ നിഷ്പക്ഷ ഹിന്ദു വോട്ടുകളും നിർണായകം. സന്ദീപ് വാര്യർക്ക് ലീഗിന്റെ പ്രവർത്തകർക്കിടയിലുള്ള സ്വാധീനവും സ്വീകാര്യതയും ജലീലിലേക്ക് വോട്ട് ചൊരാതിരിക്കാൻ സഹായിക്കുമെന്നാണ് പ്രധാന വിലയിരുത്തൽ. 2016 BJP 15,000 വോട്ട് നേടിയ മണ്ഡലമാണ് തവന്നൂർ. 2021 BDJS മത്സരിച്ചപ്പോൾ ഇത് 8,000 താഴെയായി. BJP അനുഭാവികളുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സന്ദീപ് വാര്യരെ കൊണ്ട് സാധിക്കുമെന്നും കരുതുന്നു. അതിലുപരി വാക്കുകൊണ്ടും എഴുത്തുകൊണ്ടും ജലീലിനെ പോലെ ഒരാളെ എതിർക്കാൻ പ്രാപ്തിയുള്ള നേതാവാണ് സന്ദീപെന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഈ നീക്കത്തോട് ജില്ലയിലെ പ്രധാന നേതാക്കൾ യോജിക്കുന്നില്ല. ജില്ലയ്ക്ക് പുറത്തുനിന്ന് ആരും തവനൂരിലേക്ക് മത്സരിക്കാൻ വരേണ്ട എന്നാണ് നിലപാട്. UDF ചെയർമാനും ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അജയ് മോഹനാണ് സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിലുള്ള മറ്റൊരു പേര്. മണ്ഡലത്തിൽ ചിരപരിചിതൻ ആണെന്നതും ലീഗിന്റെ പ്രവർത്തന സംവിധാനങ്ങളും പ്രവർത്തകരിലും സ്വാധീനമുണ്ടെന്നതും അജയ് മോഹന് അനുകൂല ഘടകങ്ങളാണ്. സീറ്റ് ലക്ഷ്യമിട്ട് കോൺഗ്രസിലെ യുവനേതാക്കളായ AM രോഹിത്തും സിദ്ദിഖ് പന്താവൂരും സ്ഥാനാർത്ഥി പോരാട്ടത്തിലുണ്ട്. KT ജലീൽ ഒരിക്കൽ കൂടി മത്സരിക്കാനിറങ്ങിയാൽ അതിനെതിരെ LDFിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടാകുമെന്നും ഇതുകൂടി മുതലെടുക്കാൻ കഴിയുന്നയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നും UDFിൽ അഭിപ്രായമുണ്ട്. ഇവർക്കൊക്കെ പുറമെ VT ബൽറാമിന്റെ പേരും ചർച്ചകളിൽ സജീവം. ന്യൂസ് 18 മലപ്പുറം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പുതിയ തന്ത്രവുമായി BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുന്ന നേതാക്കൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതേ മണ്ഡലങ്ങളുടെ ചുമതല നൽകാനാണ് തീരുമാനം. പ്രമുഖ നേതാക്കൾക്ക് 2 വീതം മണ്ഡലങ്ങളാണ് വീതിച്ചു നൽകുക. ഇവയിൽ ഒരു മണ്ഡലത്തിലാകും പ്രധാനപ്പെട്ട നേതാക്കൾ സ്ഥാനാർത്ഥികളാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രവർത്തിക്കുന്നതിലൂടെ താഴെത്തട്ടിൽ വരെ ബന്ധമുണ്ടാക്കാൻ ഇത് ഉപകരിക്കുമെന്നും BJP കരുതുന്നു. 22-ന് അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തോടെ മണ്ഡല ചുമതലകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടതാണ് BJPയുടെ പുതിയ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്ന നേതാക്കൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ മണ്ഡലങ്ങളുടെ ചുമതല നൽകാനാണ് തീരുമാനം. ഒരു നേതാവിന് 2 മണ്ഡലങ്ങളുടെ വരെ ചുമതല നൽകും. ഒരു മണ്ഡലത്തിന്റെ ചുമതലയിൽ ഒന്നിലധികം നേതാക്കളും ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ ഫലം കൂടി പരിഗണിച്ച് അന്തിമ സ്ഥാനാർത്ഥി നിർണയം നടത്താനാണ് പുതിയ പരീക്ഷണം.
മുതിർന്ന നേതാക്കൾ തന്നെ മണ്ഡലങ്ങളുടെ ചുമതലയിൽ പ്രവർത്തിക്കുന്നതോടെ താഴെത്തട്ടിലുള്ളവരുമായി ഇഴയടുപ്പവും ഉണ്ടാകുമെന്ന് BJP കരുതുന്നു. താഴെത്തട്ടിലെ നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ നേതാവിന് വേണ്ടി കാര്യമായി പ്രവർത്തിക്കുന്നതിന് ഇത് ഗുണമാകും. മുതിർന്ന നേതാക്കൾ തന്നെ A ക്ലാസ് മണ്ഡലങ്ങളിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഗുണമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. 22-ന് അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തോടെ ചുമതലക്കാര്യം സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. BJP ന്യൂനപക്ഷ പ്രീണനത്തിന് നടക്കരുതെന്ന പരോക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി മുൻ പ്രസിഡന്റ് KP ശശികല. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും നോക്കി ജനങ്ങളെ വേർതിരിക്കാൻ നടക്കരുത്. ആരെയെങ്കിലും സോപ്പിട്ട് വോട്ട് കൂട്ടാൻ നിൽക്കരുത്. ശരിയോ തെറ്റോ അറിയാതെ കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ ഓടാൻ എല്ലാവരും ഉണ്ടായി. ശബരിമല പ്രക്ഷോഭകാലത്ത് തനിക്കെതിരെ കള്ളക്കേസുകൾ എടുത്തപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും അനങ്ങിയില്ലെന്നും ശശികല Q18-ൽ പറഞ്ഞു. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ഗ്രിപ്പ് മോശമാക്കില്ല. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതേതുമാകട്ടെ പക്ഷങ്ങൾക്കതീതമായല്ലേ പ്രവർത്തിക്കേണ്ടത്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഇവിടുത്തെ പൗരന്മാരല്ലേ. അവർക്കെല്ലാം തുല്യമായ അവകാശാധികാരങ്ങളല്ലേ വേണ്ടത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങൾ അവരോടൊപ്പം നിൽക്കും. ഏതെങ്കിലും പക്ഷമല്ല നമ്മളോടൊപ്പം നിൽക്കേണ്ടത്. ആരെങ്കിലുമൊക്കെ സോപ്പിട്ടാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ അസുഖത്തെയല്ലേ കാണിക്കണത്. അതിന് ചികിത്സ വേണം. ന്യൂനപക്ഷത്തെയോ ഭൂരിപക്ഷത്തെയോ പ്രീണിപ്പിച്ചുകൊണ്ടല്ല ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകേണ്ടത്, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏറ്റവും അധികം കേസുകൾ ചാർജ് ചെയ്ത സ്ത്രീ എന്നുള്ളൊരു റെക്കോർഡ് തനിക്കായിരിക്കും എന്നൊരു മാധ്യമം പറഞ്ഞു. പാവപ്പെട്ട കന്യാസ്ത്രീകൾ എന്നിങ്ങനെ ഒപ്പിച്ചു പാടുന്നവരോട് എന്നതടക്കം പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടി ഇത് ഈ പറയുന്നത് BJP-യോടാണോ? എല്ലാവരോടും. അല്ല, എല്ലാവരോടുമാണ് പറയുന്നത്. എല്ലാവരോടും ഹിന്ദു ഐക്യവേദി പറയുന്നവർക്ക് കേൾക്കാം. പക്ഷെ നിങ്ങൾ പറയുന്നതിനകത്ത് BJP അല്ല, എല്ലാവരോടും തന്നെയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവരെ മോചിപ്പിക്കാൻ, അപരാധിയാണോ നിരപരാധിയാണോ എന്ന് ഇവിടെ ഇരുന്ന് തീരുമാനിച്ച് അവരെ മോചിപ്പിക്കാനും നേരിട്ട് കാണാനും ഇവിടുന്ന് പോവാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല. ഒരു പക്ഷേ പറഞ്ഞ വ്യഭിചാരം ഒഴിച്ചുള്ള എല്ലാ വകുപ്പുകളും, വധശ്രമം, അല്ലെങ്കിൽ വധിക്കാനുള്ള, ഇങ്ങനെ എല്ലാ വ്യത്യസ്തമായ വകുപ്പുകളാണ് എനിക്കെതിരെ ഡോക്ടർ സെൻകുമാർ അല്ലെങ്കിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറ്, SJR കുമാർജി ഞങ്ങൾക്കൊക്കെ ചാർത്തിയത്. ഒരു രാഷ്ട്രീയക്കാർക്കും അസ്വസ്ഥത ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയും സമീപിച്ചിട്ടുമില്ല. ഞങ്ങളുടെ കേസൊന്ന് പിൻവലിച്ച് തരണമെന്ന് പറയാൻ ഞങ്ങളാരെയും സമീപിച്ചിട്ടില്ല. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിനെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം റമീസുമായി നാളെ തെളിവെടുപ്പ് നടത്തും. ഇന്നലെ അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്ത് സഹദിനെയും കോടതി റിമാൻഡ് ചെയ്തിരുന്നു. റമീസിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പെൺകുട്ടിയെ മർദ്ദിച്ച പ്രതിയുടെ പനായിക്കുളത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തേക്കും. ഇന്നലെ അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്ത് സഹദിനെയും റിമാൻഡ് ചെയ്തിരുന്നു. അവരെയും കസ്റ്റഡിയിൽ ഉടൻ ആവശ്യപ്പെടും. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ റമീസിനും മാതാപിതാക്കൾക്കുമെതിരെയുണ്ട്. ആത്മഹത്യാ പ്രേരണാകുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയത്. കേസിൽ പിതാവ് റഹീം 2ാം പ്രതിയും മാതാവ് ഷെരീഫ 3ാം പ്രതിയുമാണ്. റമീസിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ലഭിക്കാൻ കാത്തിരിക്കുകയാണ്. മതം മാറ്റത്തിന് വിസമ്മതിച്ചതോടെ ആൺ സുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് 18, കൊച്ചി. കോഴിക്കോട് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച 9 വയസ്സുകാരുടെ സഹോദരങ്ങളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കും പനിലക്ഷണം കണ്ടതോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് ഇളയ സഹോദരനായ 7 വയസ്സുകാരന് പനി മൂർച്ഛിച്ചത്. പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് വലിയ വിലക്കുറവ് പ്രഖ്യാപിച്ച സപ്ലൈകോ. വെളിച്ചെണ്ണയ്ക്കൊപ്പം മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയും. ഓണത്തോട് അനുബന്ധിച്ച് 5 പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി സപ്ലൈകോ വിപണിയിലിറക്കി. മന്ത്രി GR അനിൽ ന്യൂസ് 18 നടത്തിയ പ്രതികരണത്തിലേക്ക്. വെളിച്ചെണ്ണ വില ഉൾപ്പെടെ വിലക്കയറ്റം അതിഭീകരമായി മലയാളിയെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഓണവുമായി ബന്ധപ്പെട്ട് സപ്ലൈകോ വൻ വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ 5 പ്രോഡക്റ്റുകളാണ് സപ്ലൈകോ ഓണവുമായി ബന്ധപ്പെട്ട് വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും നമ്മളോടൊപ്പം കൂടുതൽ, അതായത് ഓണം എങ്ങനെ മലയാളിക്ക് കൂടുതൽ അഫോർഡബിൾ ആക്കാം എന്നുള്ള ആലോചന കൂടിയുണ്ട് സപ്ലൈകോയുടെ മുന്നിൽ. അത്തരം ഇന്നോവേഷൻസ് കൂടിയുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം മിനിസ്റ്ററും MDയും ജനറൽ മാനേജറും ചേരുന്നുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ മിനിസ്റ്റർ
മിനിസ്റ്റർ തന്നെ നമ്മളോട് പറയും. എന്തായാലും വിലക്കുറവിനൊരു ആശ്വാസം എന്നുള്ള നിലയിലേക്ക് തന്നെ നീങ്ങുകയാണ്. ഓണം നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവാണ് എപ്പോഴും ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നത്. എന്നാൽ ഇത്തവണ ഓണത്തിന് ആവശ്യാനുസൃതമായിട്ടുള്ള അരി ഉൽപ്പന്നങ്ങൾ, അരിയും അതുപോലെ മുളക്, അതുപോലെ വെളിച്ചെണ്ണ, ഇത്തരം നിത്യോപയോഗ സാധനങ്ങൾക്ക് ഏത് കാലത്തേക്കാൾ വില കുറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. 43 കിലോ അരി ഒരു കുടുംബത്തിന്, വെള്ള കാർഡ് ഉപയോഗിക്കുന്ന കുടുംബത്തിന് പല വിധത്തിൽ സബ്സിഡിയായിട്ടും വളരെ വില കുറച്ചും ലഭ്യമാക്കാനുള്ള നടപടിയായിട്ടുണ്ട്. റേഷൻ കടയിൽ 15 കിലോ അരി 10 രൂപ 90 പൈസയ്ക്ക് ലഭിക്കുകയാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റിൽ 20 കിലോ അരി 25 രൂപ നിരക്കിൽ ലഭിക്കുകയാണ്. 8 കിലോ അരി നേരത്തെ ലഭിക്കുന്നതിന് പുറമെയാണ് ഈ സൗകര്യം കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ 43 കിലോ അരി ഒരു കുടുംബത്തിന് ലഭ്യമാക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ആശ്വാസകരമാണ്. 500 ഗ്രാം മുളകിന് പകരം 1 കിലോ മുളകായി മാറുന്നു. സബ്സിഡി മുളക് 1 കിലോ ആയി വർദ്ധിപ്പിക്കുന്നു. വെളിച്ചെണ്ണയുടെ വില വളരെ താഴ്ത്താനുള്ള ഇടപെടൽ നടത്തുന്നു. ഇതുകൂടാതെ സെപ്റ്റംബർ മാസത്തിൽ കിട്ടേണ്ടുന്ന സബ്സിഡി ആനുകൂല്യം ഓഗസ്റ്റ് 25 മുതൽ നൽകുന്നു. ഇതെല്ലാം കൊണ്ട് മലയാളിക്ക് ഓണം പരമാവധി അതിൻ്റെ ബാധ്യതകൾ ലഘൂകരിപ്പിക്കാൻ സപ്ലൈകോയും സിവിൽ സപ്ലൈസ് വകുപ്പും ഇടപെടലിലൂടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. വെളിച്ചെണ്ണ വില കൂടിയപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ആലോചന നേരത്തെ മിനിസ്റ്റർ പറഞ്ഞിരുന്നല്ലോ, അടിയന്തരമായിട്ട് വെളിച്ചെണ്ണ വില കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ. പക്ഷെ ആ ഒരു സാഹചര്യം മുതലെടുത്ത് വ്യാജ എണ്ണകളൊക്കെ വിപണിയിൽ ഇറങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരം പരിശോധനകളുണ്ടോ, നടപടികളുണ്ടാകുമോ? ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഫലപ്രദമായി അത്തരം കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. അത് കൂടുതൽ ഊർജിതമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ജനങ്ങൾ ബോധവാന്മാരാകണം. ഏറ്റവും വില കുറച്ച് വളരെ ചീപ്പായിട്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. മാഡം, എന്താണ് അതായത് വില കുറവിലേക്ക് എത്തിയാണ് വലിയൊരു ടാസ്ക്കാണ്, അത് മനസ്സിലാവുന്നു. സർക്കാരിനെ സംബന്ധിച്ചിട്ട് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഓണം മലയാളിയെ സംബന്ധിച്ചിട്ട് വെളിച്ചെണ്ണയില്ലാതെ ചിന്തിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വെളിച്ചെണ്ണ മാത്രമല്ല മറ്റു സാധനങ്ങളുടെ വില കുറയുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള അതായത് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ വില കയറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓണത്തിന് അത് വളരെ അഫോർഡബിളായി എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി എന്ത് സ്റ്റെപ്സ് എടുക്കാം എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യം മുതലേ സപ്ലൈകോ ആസ് എ ടീം നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രിയുടെ നേതൃത്വത്തിലും സർക്കാരിൻ്റെ സഹായത്തോടെയും നമ്മൾ കേര ഫെഡ് പോലുള്ള കമ്പനീസായിട്ടും മറ്റ് സ്മോളർ ഓയിൽ മില്ലിംഗ് കമ്പനീസൊക്കെ ആയിട്ട് ഒരുപാട് ചർച്ചകൾ നടത്തുകയും ആ ഒരു ഗ്രൂപ്പ് എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു വില കുറവിലേക്ക് വന്നത്. അത് ഇനിയും കുറയാനുള്ള സ്റ്റെപ്സ് ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് എല്ലാ ഹൗസ് ഹോൾഡിലും അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സപ്ലൈകോഡ് ഒബ്ജക്റ്റീവ് എന്ന പോലെ വളരെ കുറഞ്ഞ വിലയ്ക്ക് അഫോർഡബിളായി എന്നാൽ ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസവും വരാതെ തന്നെ എത്തിക്കാൻ കഴിയും. സർ, ഔട്ട്ലെറ്റുകളിലേക്കൊക്കെ ഇതിപ്പോൾ സാധനങ്ങളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? എല്ലാ ഔട്ട്ലെറ്റ്സിലും ആവശ്യത്തിനുള്ള സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ബാക്കി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുമുണ്ട്. നമ്മൾ ഇനി വരുന്ന ഡിമാൻഡിനുള്ള സ്റ്റോക്ക് നമ്മുടെ ഔട്ട്ലെറ്റ്സിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഷോർട്ടേജ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. സർ, 25 മുതൽ വെളിച്ചെണ്ണ വില പൂർണ്ണമായിട്ടും കുറയ്ക്കാനുള്ള ഒരു നടപടികളിലേക്കാണ്. ആദ്യഘട്ടം വില കുറപ്പിച്ചു. ഇനി 25 മുതൽ ഇനിയും വില കുറയും. അത് പരമാവധി ആളുകൾക്ക് ആശ്വാസം പകരാനുള്ള നിലപാടാണ് സപ്ലൈകോ എടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഓണം അടുക്കുമ്പോൾ വീണ്ടും വില കുറയണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് മലയാളിയുടെ ഓണം കൂടുതൽ ഗംഭീരമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സപ്ലൈകോ കൂടുതൽ വിലക്കുറവിലേക്ക് ദിനംപ്രതി ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ വിലക്കുറവിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഓണക്കാലത്ത് സപ്ലൈകോ മലയാളിക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ക്യാമറമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നാണ് കോടതി ചോദിച്ചത്. തെളിവ് പരിഗണിച്ചു മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്നും കോടതി വ്യക്തമാക്കി. നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് തടഞ്ഞു. നവമി ദിനേശിന്റെ റിപ്പോർട്ട്. റാപ്പർ വേടനെ സംബന്ധിച്ച് അല്പം ഒരു ആശ്വാസം കിട്ടുന്ന പരാമർശം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വേടന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. നാളെ ഹർജി വീണ്ടും പരിഗണിക്കും. ഇന്ന് വിശദമായ ഒരു വാദം തന്നെയാണ് നടന്നത്. പ്രധാനമായും ഈ പരാതിക്കാരിയുടെ അഭിഭാഷകയാണ് ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചത്. ഒന്നാമത് അവർ പറഞ്ഞത് വേടനെതിരെ മീറ്റു ആരോപണവും ഉന്നയിച്ചിരുന്നു. അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന് മാപ്പ് പറഞ്ഞ വ്യക്തി കൂടിയാണ് വേടൻ. ഒപ്പം ഈ
കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്ക് അടക്കം വേടനെതിരെ ബലാത്സംഗ കേസിന്റെ പരാതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളടക്കം ഇത് വാർത്തയാക്കുകയും ചെയ്തു എന്ന് അഭിഭാഷക കോടതിയെ അറിയിച്ചു. പക്ഷെ കോടതി ചോദിച്ചത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതുകൊണ്ട് മാത്രം ഇതിലൊരു നടപടി എടുക്കാൻ കഴിയില്ല, പകരം കൃത്യമായിട്ടുള്ള തെളിവുകൾ ആവശ്യമാണ് എന്നുകൂടി കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരാമർശമുണ്ടായി. ഒപ്പം പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് ചോദിക്കുകയുണ്ടായി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെയാണ് ബലാത്സംഗമായി മാറുക എന്ന കാര്യം കൂടി ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ല എന്നുകൂടി കോടതി പറഞ്ഞു. ഇതിനെ തുടർന്നാണ് തൽക്കാലം പോലീസിനോട്, അന്വേഷണ സംഘത്തോട് വേടനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇപ്പോഴും വേടൻ ഒളിവിലാണ്. എവിടെയാണ് വേടൻ എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷം, കോടതിയുടെ അന്തിമ വിധി വന്നതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി എന്ന തീരുമാനത്തിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘവും ഉണ്ടായിരുന്നത്. മറ്റൊന്ന്, ഈ ഇൻഫ്ലുവൻസർ ആണോ വ്യക്തിയാണോ എന്നതിലല്ല പ്രശ്നം എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. എന്ത് കുറ്റമാണ് ചെയ്തത്, തെളിവുകളാണ് വേണ്ടത് എന്നുകൂടി പറയുന്ന സാഹചര്യമുണ്ടായി. ഇൻഫ്ലുവൻസർ ആണോ അല്ലയോ എന്നതിലല്ല, വ്യക്തി എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും അമർചിത്ര കഥ വായിച്ചാണ് വളർന്നതെന്ന് ഹൈക്കോടതി പറയുന്ന സാഹചര്യമുണ്ടായി. പുരാണ കഥകൾ പറയേണ്ടതില്ല എന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഈ അഭിഭാഷകയ്ക്ക് നേരെ ഒരു പരോക്ഷമായിട്ടുള്ള വിമർശനം എന്ന രീതിയിൽ കോടതി ഒരു പരാമർശം നടത്തുകയും ചെയ്തു. എന്തായാലും കോടതിയിൽ നിന്നും താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം തന്നെയാണ് വേടന് ഉണ്ടായിരിക്കുന്നത്. ഇനി എന്തായിരിക്കും നാളെ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയുടെ അന്തിമമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുക എന്നതാണ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും ഹർജി പരിഗണിച്ചിരുന്നു. അന്നും പോലീസിനോട് റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെട്ടിരുന്നു. വേടന്റെ കേസിൽ എന്താണ് തുടർ നടപടികൾ, അല്ലെങ്കിൽ എന്താണ് വേടനെതിരായിട്ടുള്ള കേസ്, അതിലൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഇന്നലെയും വാദം നടന്നു. ഇന്ന് വിധി പറയാനായി മാറ്റിയെങ്കിലും വിശദമായിട്ടുള്ളൊരു വാദം ഇന്ന് നടക്കുന്ന സാഹചര്യത്തിലാണ് വിധി നാളത്തേക്ക് പറയാമെന്ന് കോടതി പരാമർശിക്കുന്ന സാഹചര്യമുണ്ടായത്. എന്നാലും വേടനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കോടതിയുടെ ഇത്തരത്തിലുള്ള പരാമർശം. 2 പരാതികൾ കൂടി വേടനെതിരെ ഉയർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. അതും ബലാത്സംഗ കേസ് തന്നെയാണ്. വേടൻ ഫ്ളാറ്റിലേക്ക് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് 2 പെൺകുട്ടികൾ നൽകിയിരിക്കുന്ന പരാതി. അത് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇവർ മുഖ്യമന്ത്രിയെ കാണണം എന്ന് നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാലും തുടരെയുള്ള വിവാദങ്ങൾ തന്നെയാണ് വേടനെ തേടിയെത്തുന്നത്. ഇപ്പോൾ എന്തായാലും കോടതിയുടെ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ കോടതി മുമ്പാകെ ഇരിക്കുകയാണ്. എന്താണ് ഇനി അതിലൊരു തീരുമാനം വരിക എന്നതാണ് ഉറ്റുനോക്കുന്നത്. മരപ്പെട്ടി ശല്യത്തെ തുടർന്ന് ഹൈക്കോടതി നടപടികൾ തടസ്സപ്പെട്ടു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സിറ്റിംഗ് ആണ് നിർത്തിവെച്ചത്. അടിയന്തരമായി കേൾക്കേണ്ട കേസുകൾ മാത്രമാണ് ഇന്ന് പരിഗണിച്ചത്. കനത്ത ദുർഗന്ധമാണ് അഭിഭാഷകർ ഇരിക്കുന്നിടത്ത് ഉള്ളത്. കേസുകൾ പരിഗണിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെയാണ് അടിയന്തരമായി കേൾക്കേണ്ട കേസുകൾ മാത്രം പരിഗണിച്ച് ബാക്കിയുള്ളവ മാറ്റിവെച്ചത്. ഇടവേള. ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരം ജിൻഡോയ്ക്കെതിരായ മോഷണ പരാതി. ജിമ്മിൽ കയറി 10,000 രൂപയും വിലപ്പെട്ട രേഖകളും മോഷ്ടിച്ചുവെന്നാണ്. CCTVകൾ നശിപ്പിച്ചുവെന്നും പരാതിയിലുണ്ട്. പാലാരിവട്ടം പോലീസ് ജിൻഡോയ്ക്കെതിരെ കേസെടുത്തു. രാത്രി ബോഡി ബിൽഡിംഗ് സെന്ററിൽ ജിൻഡോ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കമാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. ജിൻഡോയിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെന്ററിലാണ് സംഭവം. ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ടാണ് ജിം തുറന്നതെന്നാണ് സംശയം. പുലർച്ചെ 1:50 വെണ്ണരയിലുള്ള സ്ഥാപനത്തിൽ ജിൻഡോ കയറുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തം. എന്നാൽ കരാർ പ്രകാരമുള്ള തുക ഇതുവരെയും യുവതി നൽകിയിട്ടില്ലെന്നും തന്റെ സർട്ടിഫിക്കറ്റുകളാണ് എടുത്തതെന്നും ജിൻഡോ ന്യൂസ് 18നോട് പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മ് എന്റെയാണ്. എന്റെ ജിമ്മിൽ കയറണമെങ്കിൽ ഞാൻ കള്ളനാവണെങ്ങനെയാ ലിസ്റ്റ് അഗ്രിമെന്റില് എന്റെ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത്, വന്നുകൊണ്ടിരുന്നതും എല്ലാം. അത് കഴിഞ്ഞിട്ട് 40% അവർക്ക് കൊടുക്കും, 60% എനിക്ക് തന്നതാ. ഇപ്പൊ 1 രൂപ പോലും എനിക്ക് തന്നില്ല. ഫുൾ പൈസ അവരുടെ അക്കൗണ്ടിലേക്കാണ് പോണത്. അത് എന്റെ സർട്ടിഫിക്കറ്റുകളുണ്ട്, എന്റെ കാര്യങ്ങളുണ്ട്. എനിക്ക് അവിടെ പേഴ്സണൽ റൂമുണ്ട്.
അപ്പൊ എനിക്ക് അവിടെ കയറി എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ അവരോട് ഇറങ്ങിയപ്പോ അമ്മരുടെ അവർ പോട്ടെ. ഇപ്പൊ അടുത്ത മാസമായ 1 year ആയി. എനിക്ക് എന്റെ ജിമ്മിനകത്ത് എപ്പോ വേണമെങ്കിൽ കയറാം. റിയാലിറ്റി ഷോ താരമായ ജിൻഡോയ്ക്കെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുണ്ട്. മുൻപ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് പ്രധാന അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കർണപടം തകർന്നതിൽ പോലീസ് കേസെടുത്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഉള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. DD തെളിവെടുപ്പ് നടത്തി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാനാധ്യാപകന്റെ മർദ്ദനത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്നിരുന്നു. പ്രധാനാധ്യാപകൻ അശോകനെതിരെയാണ് ബേഡകം പോലീസ് കേസെടുത്തത്. കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടി. നീ ഇവിടെ നിൽക്ക്, പിന്നെ TC വാങ്ങിയിട്ട് പോയിക്കോർന്നു. അപ്പോൾ എന്നിട്ട് പിന്നെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന അസംബ്ലി കഴിഞ്ഞിട്ടാകുമ്പോൾ ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസിലേക്ക് വിളിച്ച് വീട്ടിലത്തെ ആരെല്ലാം ഉണ്ട്, പിന്നെ നീ എപ്പോൾ വരുന്നേ, എവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ചായയും അടിയും മേടിച്ചു വന്നു. സംഭവത്തിൽ DD TV മധുസൂദനൻ, വിദ്യാർത്ഥിയിൽ നിന്നും സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ്, ക്ലാസ് അധ്യാപിക, കുട്ടിയുടെ അമ്മ എന്നിവരിൽ നിന്നും തെളിവെടുപ്പ് നടത്തി ജനറൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് അന്വേഷണ റിപ്പോർട്ട് കൈമാറി. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ആഗസ്റ്റ് 11 സ്കൂൾ അസംബ്ലിക്കിടെ കാൽ കൊണ്ട് മണൽ കൂട്ടിയെന്നാരോപിച്ചാണ് മർദ്ദനം. പ്രധാനാധ്യാപകനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. വിവിധ സംഘടനകൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇത് കേട്ടുകേൾവിയില്ലാത്ത, നമ്മുടെ കേരളത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു പ്രാകൃതമായ സംസ്കാരമാണ് ഇത് കാണിക്കുന്നത്. ഒരു വിദ്യാലയത്തിൽ മാതൃകയായി പ്രവർത്തിക്കേണ്ട ഒരാൾ, സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരാൾ ഇത്ര ക്രൂരമായ രീതിയിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ മനസാക്ഷിയെ തൊട്ടുന്നതാണ്. വളരെയധികം പ്രതിഷേധാർഹമാണ്. വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു. സംഭവത്തിൽ തെറ്റുപറ്റിയതായി പ്രധാനാധ്യാപകൻ അശോകൻ PTA കമ്മിറ്റിയോട് സമ്മതിച്ചു. കൈവീശിയപ്പോൾ അറിയാതെ ചെവിയിൽ കൊണ്ടുവെന്നാണ് വിശദീകരണം. നിലവിൽ പ്രധാനാധ്യാപകൻ അവധിയിലാണ്. ന്യൂസ് 18 കാസർഗോഡ്. ഗസയിലെ യുദ്ധം രൂക്ഷമായിരിക്കെ ഹമാസ് വെടിനിർത്തലിനുള്ള കരാർ ഭേദഗതികളിൽ അംഗീകരിച്ചായി സൂചന. 60 ദിവസം വെടിനിർത്തലിനും ഹമാസ് തടവിലാക്കിയ 10 ഇസ്രായേലി ബന്ദികളെ 2 തവണയായി മോചിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശമാണ് പുതിയ കരാറിലുള്ളത്. ഇതോടെ കഴിഞ്ഞ 22 മാസത്തിലേറെയായി മേഖലയിൽ തുടരുന്ന യുദ്ധത്തിന് വിരാമമായേക്കുമെന്നാണ് സൂചന. ഗസയിൽ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളുടെ പകുതി പേരെ വിട്ടയക്കുന്നതിനും ചില പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുന്നതും ഉൾപ്പെടുന്ന 60 ദിവസത്തെ വെടിനിർത്തലിനാണ് ഹമാസ് സമ്മതം അറിയിച്ചത്. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് ധാരണ. 60 ദിവസത്തെ പ്രാരംഭ വെടിനിർത്തലാണ് കരാറിന്റെ ആദ്യഘട്ടം. തുടർന്ന് 2 ഘട്ടങ്ങളായി ബന്ദികളെ മോചിപ്പിക്കാനുമാണ് നിർദ്ദേശം. തടവിലായിരിക്കെ മരിച്ച 18 ബന്ദികളുടെ ഭൗതികാവശിഷ്ടങ്ങളും കൈമാറാൻ ഹമാസ് സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല, കീഴടങ്ങുന്നതിന് പകരം ആയുധങ്ങൾ ഉപേക്ഷിക്കാനും രാജ്യാന്തര മേൽനോട്ടത്തിൽ ആയുധങ്ങൾ സൂക്ഷിക്കാനും UN മേൽനോട്ടത്തിൽ ഗാസയിൽ ഒരു അറബ് സേനയെ വിന്യസിക്കാനും ഹമാസ് സമ്മതം മൂളിയെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇസ്രായേൽ പുതിയ നിർദ്ദേശത്തോട് യോജിക്കുമോ എന്ന് വ്യക്തമല്ല. ഗസ സിറ്റി പിടിക്കുമെന്ന ഭയത്തിലാണ് ഹമാസ് വെടിനിർത്തലിന് തയ്യാറാകുന്നതെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഹമാസ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണമെന്നാണ് ഇസ്രായേൽ ആവർത്തിച്ചാവശ്യപ്പെടുന്നത്. അതേസമയം യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ സുരക്ഷിതമായി തിരിച്ചുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ വ്യാപക പ്രക്ഷോഭമാണ് അരങ്ങേറുന്നത്. തലസ്ഥാനമായ ടെലവീവിൽ 10,000-ങ്ങളാണ് തെരുവിലിറങ്ങിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി നടന്ന ഉച്ചകോടിയിൽ സമാധാന പ്രഖ്യാപനമുണ്ടായില്ല. വെടിനിർത്തലടക്കമുള്ള പ്രഖ്യാപനങ്ങളും കൂടിക്കാഴ്ചയിൽ ഉണ്ടായില്ല. എന്നാൽ യുക്രൈന് ഭാവിയിൽ സുരക്ഷാ ഉറപ്പ് നൽകാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. വെടിനിർത്തലടക്കം ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക, റഷ്യ, യുക്രൈൻ ത്രികക്ഷി സമ്മേളനം നടത്താനും തീരുമാനമായി. സമാധാന ശ്രമത്തിന് ട്രംപിന് നന്ദി അറിയിച്ച സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും സഹായം ആവശ്യപ്പെട്ടു. താൽക്കാലികമായ യുദ്ധവിരാമമല്ല, ശാശ്വതമായ സമാധാനമാണ് യുക്രൈൻ ആഗ്രഹിക്കുന്നതെന്ന് സെലൻസ്കി വ്യക്തമാക്കി. ത്രികക്ഷി സമാധാന ചർച്ചകൾക്ക് തയ്യാറെന്നും സെലൻസ്കി ട്രംപിനെ അറിയിച്ചു.
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സമാധാനം ആഗ്രഹിക്കുന്നതായി ട്രംപ് മറുപടി നൽകി. യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനും റഷ്യയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ചർച്ചയ്ക്കിടെ പുടിനുമായി 40 മിനിറ്റോളം ട്രംപ് ഫോണിൽ സംസാരിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ആദ്യഘട്ടമായി പുടിനും സെലൻസ്കിയുമായുള്ള നേർക്കുനേർ ചർച്ചയ്ക്ക് വേദിയൊരുക്കും. അതിനുശേഷം ത്രികക്ഷി ചർച്ചകൾ നടക്കും. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും യുക്രൈന് സുരക്ഷ ഉറപ്പാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ അഭിനന്ദിച്ചു. അടുത്ത ചർച്ചയിൽ തന്നെ വെടിനിർത്തൽ സംബന്ധിച്ച് ധാരണയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇത്തവണ വെടിനിർത്തലിൽ തീരുമാനമായില്ലെങ്കിലും ചർച്ച ഫലപ്രദമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും.